ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. വൈറസിന്റെ വ്യാപനം തടയാൻ അത്തരം നിയന്ത്രണങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തതുമാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കുട്ടികൾക്കുള്ള ക്ലാസുകൾ ഇപ്പോൾ ഓൺലൈൻ വഴി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈമറി ക്ലാസ് മുതൽ കോളേജ് തലം വരെയുള്ള മുഴുവൻ കുട്ടികളും അവരുടെ സ്മാർട്ട് ഫോണിലൂടെയാണ് പഠനവുമായി മുന്നോട്ടു പോകുന്നത്. സ്മാർട്ട് ഫോണുകളില്ലാത്ത പല വീടുകളും ഓൺലൈൻ പഠനത്തിനായി മാത്രം പുതിയ മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയിരിക്കുകയുമാണ്. എന്നാൽ സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്ത വീടുകളിലെ കുട്ടികൾക്കും കൃത്യമായി ക്ലാസുകൾ ലഭിക്കേണ്ടതുണ്ടല്ലോ. കടുത്ത സാമ്പത്തിക പ്രയാസവും ദാരിദ്ര്യവും വേട്ടയാടുന്ന കുടുംബങ്ങളിലെ കുരുന്നുകൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്തതിന്റെ പേരിൽ അർഹമായ ക്ലാസുകൾ പോലും നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാവുന്നതല്ല. എന്നാൽ ഒരു വിചിത്രമായ വാർത്ത പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. കിഴക്കൻ സംസ്ഥാനമായ ജാർഖണ്ഡിലെ ദുംക ജില്ലയിലെ ബങ്കാത്തി ഗ്രാമത്തിലെ ദരിദ്ര കുടുംബത്തിലെ നിരവധി കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകളില്ല. ഏറെ പാവപ്പെട്ടവരാണവർ. അതോടെ ഓൺലൈൻ പഠനവും വിദൂര സ്വപ്നമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഒരു മികച്ച അധ്യാപകന് ലോകം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്നാണല്ലോ. ശ്യാം കിഷോർ സിംഗ് ഗാന്ധി എന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർ തന്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ബങ്കാത്തി ഗ്രാമത്തിലാകെ ലൗഡ് സ്പീക്കർ സ്ഥാപിച്ചിരിക്കുകയാണിപ്പോൾ. സ്മാർട്ട് ഫോണുകളില്ലാത്ത തന്റെ കുട്ടികളെ പഠിപ്പിക്കാനായി ഈ അധ്യാപകൻ മരങ്ങളിലാണ് ലൗഡ് സ്പീക്കർ ഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് ദിവസവും 2 മണിക്കൂർ വീതമാണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. തന്റെ വീടിന്റെ പരിസരത്തെ മരങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പീക്കറിലൂടെ പുറത്തുവരുന്ന പ്രിയ അധ്യാപകന്റെ ശബ്ദം കേൾക്കാനായി വിദ്യാർത്ഥികൾ ഏറെ ഉത്സാഹത്തോടെയാണ് ദിവസവും രാവിലെ മരച്ചുവട്ടിലെത്തുന്നത്. ലൗഡ് സ്പീക്കറിന് ചുറ്റുമിരുന്ന് ബങ്കാത്തി ഗ്രാമത്തിൽ ഇപ്പോൾ 200ഓളം വിദ്യാർത്ഥികളാണ് ക്ലാസുകൾ ആസ്വദിക്കുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അധ്യാപകരെ വിളിച്ചറിയിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ ലൗഡ് സ്പീക്കറിലൂടെ ഉത്തരവും നൽകും. രാജ്യത്ത് ഓൺലൈൻ ക്ലാസുകൾ കേൾക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പലരും ആത്മഹത്യ ചെയ്യുമ്പോഴാണ് ഒരു അധ്യാപകന്റെ പ്രശംസനീയവും സമയോചിതവുമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ജാർഖണ്ഡിലെ ദുംക ജില്ലയിൽ നിന്ന് ഈ വാർത്ത പുറത്തു വന്നതിന്റെ ശേഷം നിരവധി പേരാണ് ശ്യാം കിഷോർ സിംഗിനെ പ്രശംസിക്കാനായി എത്തുന്നത്. ഇത്തരം കൗതുകവും അത്ഭുതവും നിറഞ്ഞ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക്സ്.